എല്ലാവർക്കും ലക്ഷ്മീസ് കുക്കിംഗ് സ്റ്റോറീസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് രസവടയാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കിടക്കാം. ഇവിടെ വടപ്പരിപ്പിന് വേണ്ടി ഞാൻ 250 ഗ്രാം പരിപ്പ് വെള്ളത്തിൽ കുതിർത്തെടുത്തതാണ്. നമ്മളൊരു 3 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്തെടുക്കണം. ഇത് നല്ലപോലെ അരയ്ക്കുന്നതിന് മുമ്പ് നമുക്കൊരു പിടിയെടുത്ത് മാറ്റി വയ്ക്കാം. കാരണം വടയുടെ ഇടയിൽ അതിങ്ങനെ തരി പോലെ കിടക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാനൊരു പിടിയെടുത്ത് ഒരു പിടിയോളം എടുത്ത് മാറ്റി വയ്ക്കാം. ബാക്കി നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. ഞാൻ എടുത്ത അത്രയും പരിപ്പ് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കാനായിട്ട്. നമുക്ക് ഈ മുഴുവൻ പരിപ്പിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഇനി ഈ പരിപ്പിലേക്ക് ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ സവാള കുഞ്ഞായിട്ട് നുറുക്കിയത് അതൊന്ന് ഇതിലേക്ക് ചേർക്കാം. 2 പച്ചമുളക് കുഞ്ഞായിട്ട് നുറുക്കിയത് അത് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇതുപോലെ നുറുക്കിയെടുത്തത് അതുകൂടെ ചേർക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. നോർമൽ ചില്ലി ആണെങ്കിൽ 1/2 ടീസ്പൂൺ മതിയാവും. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 1/4 ടീസ്പൂൺ ജീരകം, ഇത്രയും കൂടെ ചേർത്ത് നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ നല്ലപോലെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഒന്നൊന്നായിട്ട് എണ്ണയിൽ വറുത്ത് കോരാം. നമുക്കൊരു കടായി അടുപ്പിലേക്ക് വയ്ക്കാം. അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെയുള്ള പ്രിപ്പറേഷൻസിന് വെളിച്ചെണ്ണയാണ് നല്ലത്. വട ഉണ്ടാക്കിയെടുക്കാനായിട്ടുള്ളത് കൊണ്ട് നമുക്ക് കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ വേണം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. നമുക്കൊരു നാരങ്ങ വലുപ്പത്തിൽ ഈ അരച്ച് വെച്ചിരിക്കുന്നതെടുത്ത് നല്ല തിന്നായിട്ട് ഇങ്ങനെ പരത്തി ഇതിലേക്ക് ഇട്ട് കൊടുക്കും. ഫ്ലെയിം മീഡിയം ടു ഹൈയിൽ വേണം വെച്ചിരിക്കാനായിട്ട്. നമുക്കിത് നല്ല ക്രിസ്പി ആയിട്ട് വറുത്തെടുക്കണം. നമുക്കൊരു സൈഡ് ഫ്രൈ ആയ വട തിരിച്ചിട്ട് കൊടുക്കാം. വടയുടെ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി നമുക്ക് രസം ഉണ്ടാക്കാം. ഒരു കടായി എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. വളരെ കുറച്ച് മതി. എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്കതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കാം. അതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില, ഒപ്പം ഒരു വറ്റൽമുളക് കൂടെ ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ഒരു 4 അല്ലി വെളുത്തുള്ളി തല്ലിയത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. അത് ഇനി അതിലേക്ക് ഒരു ചെറിയ ടൊമാറ്റോ കുഞ്ഞായി നുറുക്കിയത് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ഒന്ന് സോട്ടായി വരുമ്പോൾ ഫ്ലെയിം വളരെ ലോയിലേക്ക് വെച്ചതിന് ശേഷം ഇതിൽ വേണ്ട മസാലകളൊക്കെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. നമുക്ക് മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും രസപ്പൊടി, അതൊരു 1 ടേബിൾ സ്പൂൺ.
ഇതിനോടൊപ്പം തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം വളരെ ലോയിൽ വെച്ചിരിക്കാൻ ശ്രദ്ധിക്കുക, മസാല ഒന്ന് ബേണായി പോകരുത്. ഇനി നമുക്കിതിലേക്ക് ഒരു ചെറിയ നാരങ്ങ വലിപ്പത്തിലുള്ള പുളിയെടുത്ത് അത് വെള്ളം ചേർത്ത് പിഴിഞ്ഞെടുത്തതാണ്, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം നല്ല ഹൈയിൽ വെച്ചതിന് ശേഷം ഇതിലേക്കൊരു 3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് തിളച്ച് വന്ന സമയത്ത് കുഞ്ഞായിട്ട് നുറുക്കിയ മല്ലിയില കൂടെ ഞാൻ ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ച വട കൂടെ ഇതിൽ ചേർക്കാം. അങ്ങനെ രസവട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഈ റെസിപ്പി വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അതിനുശേഷം കമൻറ്റ് ബോക്സിൽ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കരുത്. അപ്പോൾ ഞാനിന്ന് തയ്യാറാക്കിയ രസവടയുടെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. എല്ലാവരും ഇതൊന്ന് തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ സ്വാദിഷ്ടമായ ഒരു വിഭവമാണിത്. അപ്പോൾ ഇത് തയ്യാറാക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ലൈക്ക് ഷെയറും ചെയ്യാൻ ശ്രമിക്കുക. അപ്പം മറ്റൊരു എപ്പിസോഡുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ടേക്ക് കെയർ. ബൈ ബൈ.